നീ എന്തൊക്കെയാ പറയുന്നേ? സിദ്ധാർത്ഥ് ഒന്നുകൂടെ. എന്തൊക്കെയാ നീ പറയുന്നത്? എന്തൊക്കെയാ മിത്രൻ നിന്നോടാ പറയുന്നേ? എന്തൊക്കെയാ കാണിക്കുന്നത്? അതല്ലടാ, ഞാൻ അവനെ കണ്ടതാ. സർ, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നേ? സെഡേഷൻ തന്നതല്ലേ, നിങ്ങൾ സ്ട്രെയിൻ ചെയ്യാൻ പാടില്ല. സത്യമായിട്ട് ഞാൻ അവനെ കണ്ടതാ. ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. വെറുതെ പിച്ചും പോയും പറയുന്നേ. ഓക്കേ സർ, സർ പറഞ്ഞ പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. മയക്കത്തിലൊന്നും പറയുന്നല്ലടാ. അല്ലടാ, ബോധത്തോട് ഞാൻ പറയുന്നേ. ഇവിടെ തന്നെ കണ്ടത്. എന്നെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുക. ഡോക്ടർ രാമചന്ദ്രൻ, ഇതൊരു GPS ട്രാക്കിംഗ് ഡിവൈസ്. ഇത് നിങ്ങൾ ഇംപ്ലാന്റ് ചെയ്തുടനെ സബ്ജക്ട് ഞങ്ങൾക്ക് 24/7 മോണിറ്റർ ചെയ്യാൻ പറ്റും. അതേപോലെ ഓഡിയോ ഫീഡും ലൈവായി സാറ്റലൈറ്റ് വഴി ഞങ്ങൾക്ക് കിട്ടും. ഇനി അവൻ എന്ത് ചെയ്യുന്നു, ആരെ കാണുന്നു, എന്തു പ്ലാൻ ചെയ്യുന്നു, ഒരു ഫുൾ സ്റ്റോപ്പ് കോമ മിസ് ആവാതെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. നീയല്ലടാ പറഞ്ഞത് അവൻ ഇന്ത്യയിലില്ലാന്ന്? പിന്നെ എങ്ങനെയാ മിത്ര അവൻ ഇവിടെ വരുന്നേ? ഒരു പക്ഷെ അവൻ വന്നാൽ ചുമ്മാ തിരിച്ചു പോവോ? അവനെ കുറിച്ച് എല്ലാം ഞാൻ അറിഞ്ഞു വെച്ചിട്ടും അവനെ ഞാൻ ഒന്നും ചെയ്യാതെ ഇത്രയും നാളും വെറുതെ വെച്ചോണ്ടിരുന്നില്ലേ? അതുപോലെ എന്നെ അവൻ വെറുതെ വിടുന്നതിനും എന്തെങ്കിലും കാരണം ഉണ്ടാവും. സംശയിക്കണ്ട. എന്റെ കാറിപ്പോ വരും മഹിമ. നീ ചെന്നിരിക്കെ, ഞാനില്ലേ കൂടെ. തിരുനെൽവേലിന്ന് സൂരജ് വിളിച്ചിരുന്നു. അവന് നേരിട്ട് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഒരുപാട് വിഷമിച്ചു. ഞാൻ അവന്റെ മെസ്സേജ് കണ്ടായിരുന്നു. മഹിമ, എല്ലാത്തിനും വളരെ നന്ദിയുണ്ട്. താങ്ക്സ്. പറഞ്ഞു ഇഷ്ടം പോലെ താങ്ക്സ് പറഞ്ഞു. ലവേഴ്സിനുള്ളിലല്ലേ നോ സോറി നോ താങ്ക്സ്. പക്ഷെ ഞാൻ നിന്റെ ലവർ അല്ലല്ലോ, അതുകൊണ്ട് എത്ര വേണേലും പറഞ്ഞു. അങ്കിൾ വന്നിട്ടുണ്ട്, മേലിൽ കഴിക്കാനിരിക്കുവാ. ലെറ്റ്സ് ഗോ. എന്തു പറ്റി? വേദനയുണ്ടോ? എന്തോ ഒരു ഇറിറ്റേഷൻ പോലെ. ഡോക്ടർ പറഞ്ഞാ വിട്ടത് ഒരു ഡോസ് കൂടി കഴിച്ചാലേ റിലീഫ് ഉണ്ടാവുള്ളൂ. അങ്ങനെ ചെയ്യാം. ഇനി ലഞ്ച് കഴിഞ്ഞാൽ അത് കഴിക്കാൻ പറ്റൂ. അപ്പോഴേക്കും ഞാനൊന്ന് വീട്ടിലേക്ക് പോയിട്ട് വരാം. വേണ്ട, നീ വരുമൊന്നും വേണ്ട. വരണ്ടെന്നോ? എന്തിനാ നീ പഴിക്കുന്നേ? ഒന്ന് പുറത്തു പോകേണ്ട ആവശ്യമുണ്ട്. പുറത്തു പോണോ? എന്ത് വിഡിത്താ നീ പറയുന്നേ? എങ്ങോട്ടാ എത്ര ധൃതിയില്? ഒരു അത്യാവശ്യ ജോലിയുണ്ട്. നീ പോവാൻ നോക്ക്, ഞാൻ ജോലി കഴിഞ്ഞിട്ട് വിളിച്ചോളാം. ഞാൻ പിടിച്ച മുയലിന് 2 കൊമ്പെന്ന് വിചാരിക്കാതെ ഈ അവസ്ഥയിൽ ഇതൊക്കെ ആവശ്യമാണോ? ഞാൻ ഏഞ്ചലിനെ കാണാൻ പോയപ്പോ ഹോട്ടലിൽ ഒരുത്തൻ അവളെ കാണാൻ വന്നിരുന്നു. അതുപോലെ ഞാൻ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നപ്പോ എന്നെ കാണാൻ ഞാൻ ട്രൈ ചെയ്തിരുന്നു. അയാളുടെ പേര് കുമാർ. കഴിഞ്ഞ ആഴ്ച IT പാർക്കിനടുത്ത് വെച്ച് ബീഹാറുകളെല്ലാം ചേർന്ന് റേപ്പ് ചെയ്ത് കൊന്നില്ലേ, ആ മണിമേഖലയുടെ ലവറാണ്. മണിമേഖലയോ? മണിമേഖല മരിക്കുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട വീഡിയോ എനിക്ക് അയച്ചിരുന്നു സാർ. അവളൊരു സയന്റിസ്റ്റ് ആയിരുന്നു. അവൾ സിദ്ധാർത്ഥനെ കുറിച്ചുള്ള വിശദമായ പല കാര്യങ്ങളും ആ വീഡിയോയിൽ പകർത്തിയിരുന്നു സാർ. ആ SD കാർഡ് എനിക്ക് സാറിനെ ഏൽപ്പിക്കണം സാർ. സാർ, ഏത് സമയവും എനിക്ക് റിസർച്ച് ചെയ്യണം, ഈ മരുന്ന് എനിക്ക് കണ്ടുപിടിക്കണമെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു സാർ. എന്നോട് ഏത് സമയം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാറുള്ളൂ. അത്രയ്ക്ക് നല്ലൊരു പെൺകുട്ടിയെ അവരെല്ലാം ചേർത്ത് പിച്ച് ചീന്തി കൊന്നില്ലേ സാർ. അവരെ വെറുതെ വിടരുത്. എനിക്ക് ആരെ വിശ്വസിക്കണമെന്നറിയില്ല. എന്ത് കണ്ടാലും എനിക്ക് പേടിയാണ് സാർ. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ ഒന്ന് മീറ്റ് ചെയ്തോളാം. നാളെ ഞാൻ ഇവിടുന്ന് ഡിസ്ചാർജ് ആവും. ഡിസ്ചാർജ് ആയ അടുത്ത സെക്കൻഡിൽ ഞാൻ നിങ്ങളെ ഒന്ന് കണ്ടോളാം. അതുവരെ ഇതിനെക്കുറിച്ച് വേറെ ആരോടും സംസാരിക്കരുത്. ജസ്റ്റ് 1 ഡേ. ആ കുമാറിനെ അവൻ കോളേജ് പഠിക്കൽ കാണാൻ പോവുകയാണ്. ആ SD കാർഡ് മാത്രം എന്റെ കയ്യിലൊന്ന് കിട്ടട്ടെ. പിന്നെ ഞാൻ സിദ്ധാർത്ഥിനെ എന്താ ചെയ്യാൻ പോകുന്നത് കണ്ടോ? സർ ഒരു ജെന്റിൽമാൻ ആണെന്നാണ് ലോകം കരുതിയിരിക്കുന്നത് സർ. സർ പ്ലീസ് സർ, ഇത് നമ്മുടെ നാട് കണ്ടുപിടിച്ചതാണെന്നാൽ ലോകത്തിലുള്ള എല്ലാ മെഡിക്കൽ ഇൻഡസ്ട്രിയും ഇന്ത്യയുടെ അടിമയാകും സർ. നീ ഇന്ത്യക്ക് അടിമയാകണമെന്ന് വിചാരിക്കുന്നു, ഞാൻ ഈ ഇന്ത്യൻ അടിമയാകണമെന്ന് വിചാരിക്കുന്നു. അത്രയല്ലേ ഉള്ളൂ. ഈ ചെയ്യുന്നത് തെറ്റല്ലേ സർ? ആശിച്ചു നോക്ക്, ഒന്നും തെറ്റായി തോന്നില്ല. ഇതിനൊരിക്കലും ഞാൻ കൂട്ടു നിൽക്കില്ല സർ. എനിക്ക് വേറൊരു ദുശീലുണ്ട് മോളെ. നീ പുറത്തു പറയണ്ട, നിന്നെ ജീവനോടെ വിട്ടേക്കാം. അങ്ങനെ പറയാൻ എനിക്കറിയില്ല. ഇതെന്നെ പാപമാണ് സർ. നിങ്ങൾ എന്നെ കൊന്നാലും സാരമില്ല. നിങ്ങൾ ആരാണെന്ന് ഈ ലോകത്തിനെ അറിയിച്ചിട്ട് ഞാൻ മരിക്കും. അവനെക്കുറിച്ച് അറിയാൻ വേണ്ടി GPS വെച്ചപ്പോ എന്റെ കാര്യങ്ങൾ അറിയുന്നു. ആ മണിമേഖലയുടെ കാര്യം അവസാനിച്ചെന്നാ കരുതിയേ.
പക്ഷെ അവൾക്കൊരു ലവറുണ്ട്. അതെന്റെ കണ്ണിൽ പെടാതെ പോയി. തെറ്റിയതല്ലോ സിദ്ധാർത്ഥ. അവനെന്റെ ശത്രുവല്ല. എനിക്കെതിരെ എന്തൊക്കെ നടക്കുന്നെന്ന് കണ്ടുപിടിച്ച് പറയുന്ന ശമ്പളം പോലും വാങ്ങാത്ത ജോലിക്കാരൻ. അത്രയുള്ളൂ. നോക്കാം. അയ്യോ, നോക്കിക്കളയാം. നമുക്ക് നോക്കാം. മോനെ, അച്ഛൻ എന്തെങ്കിലും കഴിക്കട്ടെ. വിശന്നിട്ട് വയ്യ മോനെ. പറയാൻ നീ എന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങി ചാവണ്ട. എവിടെയാണ് എസ് ടി കാർഡ് വെച്ചിരിക്കുന്നത്? വേറെന്തൊക്കെയാ കാണാതെ പോയത്? മച്ചാനെ എവിടെ ഇരിക്കേ? ജന, നീ ഇപ്പൊ തോട്ടക്കാടല്ലേ ഉള്ളത്? എന്തെങ്കിലും പ്രധാനപ്പെട്ട ജോലിയാണോ? അപ്പടിയൊന്നും ഇല്ലടാ, ചെറിയൊരു മോഷണ കേസ്. എന്താട്ടാ വിളിച്ച പറ. ഓക്കെ ലിസൺ. കുമാർ, 25 മീഡിയം വെൽ ഒരു എസ് ടി കാർഡ് വെച്ചിട്ടുണ്ട്. അതിൽ സിദ്ധാർത്ഥിനെതിരായിട്ടൊരു പ്രധാനപ്പെട്ട തെളിവുണ്ട്. അതെനിക്ക് തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. തോട്ടക്കാട് നിന്ന് 30 കിലോമീറ്റർ ദൂരം ഞങ്ങൾ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നതാണ്. ഞാൻ വിളിച്ചു നോക്കിയിട്ട് റെസ്പോൺസ് ചെയ്യുന്നില്ല. ഐ സസ്പെക്ട് സം ഫൗൾസ് പ്ലേ. എനിക്ക് സ്പോട്ട് വിട്ട് പോകാൻ പറ്റില്ലടാ. സപ്പോസ് അയാൾ വന്നെങ്കിലോ? ഒരു ഹെൽപ്പ് ചെയ്യാമോ നിനക്ക്? 172/16 തിരുമംഗലം സ്ട്രീറ്റ്. ഇതാണ് അവന്റെ അഡ്രസ്. നീ തന്നെ പോണം, വേറെ ആരെ അയക്കരുത്. തിരുമംഗലം സ്ട്രീറ്റ് അല്ലേ? ഇവിടെ അടുത്താ, ഞാൻ പോയി നോക്കാം. താങ്ക്സ് ഡാ. കോൾ വിക്കി. ജി, അവിടേക്ക് ജനാന്ന പേരിലെ പോലീസ് ഓഫീസർ വരുന്നുണ്ട്. അവന്റെ കയ്യിൽ ആ കാർഡ് കിട്ടാൻ പാടില്ല. ഗോട്ട് ഇറ്റ്. ഏതോ പോലീസുകാരൻ വരുന്നുണ്ടെന്ന് വേഗം അന്വേഷിക്കേ. ചോദിച്ചാ നീ പറയില്ലല്ലേ? ഇവിടെ വാ, ഇങ്ങോട്ട് വരാൻ. അയാൾ ഇവിടെ വന്നിട്ടുണ്ട്. പോ 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 പോ. കുമാരേ, കുമാർ, കുമാർ, ഇത് മിത്ര സാറിന്റെ കയ്യിൽ കൊടുക്കണം സാർ. നീ വലിയ പോലീസുകാരൻ, ഞാനൊരു മണ്ടനാണെന്ന് വിചാരിച്ചോ? നീ എസ് ടി കാർഡ് തരാം, ഞാൻ തരാം. അറക്കണോ? എന്റെ മണിമേഖലയുടെ അവസാനത്തെ ആഗ്രഹമാണ് സാർ. ഒന്നുകളെ ഞാൻ ഇവനെ ഇവനെ ഞാൻ വെച്ചേക്കില്ല. എടുക്കാൻ കുമാർ, എഴുന്നേൽക്ക്, പുറത്തു വന്ന് ഞാൻ കൊല്ലും ഞാൻ. സോറി ജി, എസ് ടി കാർഡുമായിട്ടാ പോലീസുകാരൻ പോയി. ഞാൻ എങ്ങനെങ്കിലും അവനെ കണ്ടുപിടിച്ചോളാം ജി. എന്ത് പറ്റിയടാ? എന്താ ഫോൺ എടുക്കത്തെ? വിക്കി, ഹോൾഡ് ഓൺ. എന്തൊക്കെയോ നടന്നു പോയിടാ.
കുമാർ മരിച്ചടാ. പക്ഷെ ഞാൻ കഷ്ടപ്പെട്ട് SD കാർഡ് മേടിച്ചടാ. എവിടെ വരണം? എടാ നീ അവിടെ എവിടെ നിൽക്കണ്ട, നീ മെയിൻ റോഡ് വഴി നേരെ ഇങ്ങോട്ട് വാ. ഞാൻ അങ്ങോട്ടും വരാം. നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുമോ SD കാർഡ് കൈമാറിയാൽ മതി. ഓക്കെ. ഗാർഡ് എവിടെ? അടുത്ത ആഴ്ച ഈ ഫാക്ടറി എന്റേതാ. ഇപ്പൊ ഗവൺമെന്റ് സിക്ക് എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്തിരിക്കുക. അതിന്റെ കാരണക്കാരൻ ഞാൻ തന്നെയാ. നിന്നെ 2 കിലോമീറ്റർ മുമ്പേ കിട്ടിയിരുന്നെങ്കിൽ എന്റെ ക്ലിങ്കർ ഫാക്ടറിയിലിട്ട് പൊടിച്ചേനെ. 2 കിലോമീറ്റർ മുമ്പോട്ട് പോയിരുന്നെങ്കിൽ എന്റെ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആക്സിഡന്റ് കേസ് എന്ന് പറഞ്ഞ് അഡ്മിറ്റ് ചെയ്ത് പീസാക്കി അറുത്തു മാറ്റിയിട്ടുണ്ടാവും. ഞാൻ ചെയ്യുന്ന വൃത്തികേടുകളിൽ ഇത് 0.000001%. 20 വർഷം ഞാൻ എൻ്റെ തൊഴിലിനോട് കാണിച്ച കൂറിനേക്കാളും എനിക്ക് തടസ്സം നിൽക്കുന്നവരെ ഇല്ലാതാക്കുന്നതിലാ എൻ്റെ കൂറ്. അങ്ങനെയുള്ള എന്നെ തകർക്കാൻ വന്നാൽ ഞാൻ വെറുതെ വിടുവോ? നീ ഉദ്ദേശിച്ച ആളല്ലടാ മിത്രൻ. നീ ചെയ്ത തെറ്റുകൾക്ക് കാലനായി വരുവൻ. അവന്റെ ദേഷ്യമെല്ലാം നിന്നെ പോലുള്ളൊരുത്തിന്റെ അടുത്ത് കാണിക്കാൻ വേണ്ടി ജീവിതം തന്നെ ഹോമിച്ച് വരം വാങ്ങി വന്നവനാടാ അവൻ. അത്രക്കുള്ള വാല്യൂ ഒന്നും അവനില്ല. വൈകാതെ അവന്റെ അടിവേര് പിഴുതെടുത്ത് പ്രാന്തനെ പോലെ റോഡിലിറക്കും ഞാൻ. അത് നടക്കില്ലടാ. നിന്നെ നശിപ്പിക്കുന്നത് മാത്രമാടാ അവന്റെ ഒരേ ഒരു ആഗ്രഹം. അവനത് മാത്രമല്ലാതെ വേറൊരു ചിന്തയും അവന്റെ മനസ്സിലില്ലടാ. ജി, ബൈക്ക് ഞാൻ ചെക്ക് ചെയ്ത് നോക്കി, അതിലും SD കാർഡില്ല. എവിടെയാടാ വെച്ചിരിക്കുന്നത്? പറയടാ. നിന്നെ കൊണ്ട് ഞാൻ പറയിക്കോടാ. നീ എസ്കേപ്പ് ആവാൻ നോക്കുന്നല്ലേ? SD കാർഡ് എവിടെ? തരില്ല, ഞാൻ തരമാട്ടെ. SD കാർഡ് എവിടെ? പറയില്ലടാ. ഞാൻ ഒരു തമിഴൻ. അവളോ ശീഘ്രം കാണിച്ചു തരുമെന്ന് നനച്ച ഞാൻ ഈ കൂട്ടുകാരന് വേണ്ടി എന്റെ ജീവൻ ഞാൻ കൊടുക്കുമ്പോടാ. ഇവൻ നമുക്ക് സെറ്റ് ആവാൻ തോന്നില്ല. സിദ്ധാർത്ഥ്, നീ തീർന്നു. ഇവന്റെ ഫോണിൽ നിന്ന് മെസ്സേജ് അയച്ച് മിത്രനെ ഇങ്ങോട്ട് വരുത്താം. സാറെന്തോ ഭയങ്കര ആളാന്നല്ലേ അവൻ പറഞ്ഞു. ആ ഭയങ്കരം വരുമ്പോ കാണട്ടെ. ജനാ 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 അവനെ വിട്. വിട്ടുകളയല്ലേ? വേണ്ട പ്ലീസ്.
ചാവുന്നത് കാണുന്നുണ്ടെങ്കിൽ പുറത്തേക്ക് വാ. ജനാ ഓ ജനാ